RJ അഞ്ജലിയുമായി ബന്ധപ്പെട്ട ഒരു പ്രാങ്ക് കോള് കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൻ ചർച്ചയിലാണ്. കാരണം അതിനെക്കുറിച്ച് മാത്രമുള്ള ഒരുപാട് റിയാക്ഷൻ വീഡിയോസ്, അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. RJ അഞ്ജലിയെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവർ റെഡ് എഫ് എമ്മിൽ RJ ആയി വർക്ക് ചെയ്ത ആളാണ്. ഇവർ ചെയ്ത ഒരു പ്രാങ്ക് കോള് അവർ വിചാരിച്ചതിന് അപ്പുറത്തോട്ട് അവരുടെ കയ്യിൽ നിന്നും വിട്ടുപോയ രീതിയിലുള്ള അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അതിനെതിരെ ഒരുപാട് ആൾക്കാർ വിമർശനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. കാരണം മെഹന്തി ഇടുന്ന ഒരു സ്ത്രീയെ വിളിച്ച് അഞ്ജലിയും അഞ്ജലിയുടെ കൂടെ ഒരുത്തിയുണ്ട്, അവളും കൂടി ചേർന്ന് ഒരു പ്രാങ്ക് കോൾ ചെയ്യുന്നു. പ്രാങ്ക് കോളിൻ്റെ ഭാഗമായിട്ട് ഇവർ ഒരുപാട് ആൾക്കാർ ഇതുപോലെ പറ്റിച്ചിട്ടുണ്ട്. ഇത് ഇവരുടെ തൊഴിലാണെന്നാണ് ഇവർ പറയുന്നത്. മറ്റുള്ളവരെ പറ്റിക്കുന്നതാണ് ഇവരുടെ തൊഴിൽ. അത് അവർ ഭയങ്കര മൂല്യമുള്ള ഒന്നായിട്ട് കാണുന്നുണ്ട്. കാരണം അതൊരു ഭയങ്കര സംഭവമാണ്. ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കുന്നത് ഭയങ്കര സംഭവമായിട്ടാണ് ഇവരെടുക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇവർ ഈ സ്ത്രീയെയും വിളിക്കുന്നത്. ഈ സ്ത്രീയെ വിളിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവർ വിളിക്കുന്നു, ആ സ്ത്രീ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. വിളിച്ച പാട് തന്നെ ഇവർ ചോദിക്കുന്നുണ്ട്, മെഹന്തി ഇടുന്ന സ്ത്രീയല്ലേ? അതേ എന്ന് അവരുടെ ഭാഗത്തു നിന്ന് ഉത്തരം. എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ട്രിവാൻഡ്രത്തു നിന്നാണ് വിളിക്കുന്നത്, എൻ്റെ വിവാഹമാണ്, അപ്പോൾ എനിക്ക് അതിന് വേണ്ടി മെഹന്തി ഇടണം, എത്രയാണ് റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, വാട്സപ്പിൽ ഞാൻ അയക്കാം. അപ്പോൾ കൈക്കിടും. ചേച്ചി എല്ലായിടത്തും മെഹന്തി ഇടുമോ? സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ കൈകളിലാണ് മെഹന്തി ഇടാറ്. പോട്ടെ, ഇനി കാലിൽ വിട്ടെന്ന് കൂട്ടിക്കോളും. കൈകൾക്കും കാലുകൾക്കുമാണ് സാധാരണ മെഹന്തി ഇടാറ്. അപ്പോൾ കൈയുടെ റേറ്റ് ഇത്ര, കാലിന് ഇടുന്നത് അതും അവർ പറഞ്ഞു കൊടുത്തു, കാലിന് ഇത്ര എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. സാധാരണ നമ്മളാരും ആ ഭാഗത്ത് മെഹന്തി ഇടാറില്ല. ഇനി ഇവരങ്ങനെ ഇടാറുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ആ ഒരു ഇതോടുകൂടി, ആ ഒരു ചോദ്യത്തോടു കൂടി സ്ത്രീക്ക് മനസ്സിലാകുന്നു ഇതേതോ കുടുംബത്തിൽ പിറക്കാത്ത ആരോ ഒരാൾ ചെയ്ത പരിപാടിയാണ്. തന്നെ കളിയാക്കാൻ വേണ്ടി, തന്നെ അപമാനിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അവർ തിരിച്ച് ഒന്നും പറയാതെ കോള് കട്ട് ചെയ്ത് പോയ സംഭവമാണിത്. എന്തായാലും ഇത് ഇവർ തന്നെ പുറലോകത്തിന് മുന്നിൽ ഇട്ടുകൊടുത്തു. ഇതിപ്പോൾ വൻ ചർച്ചയായി. ഇത് ചെയ്തതിന് ശേഷം ഇരുന്ന് ചിരിക്കുകയാണ്. നമ്മൾ ചെയ്ത കാര്യം എന്തോ വലിയൊരു സംഭവമാണ്, ഭയങ്കര കോമഡിയാണ്. ഒരു ഉളുപ്പും ഉരുമയും ഇല്ലാതെ കുണ്ടിക്ക് മെഹന്തി ഇടുമെന്നാണ് ചോദ്യം. സാധാരണ നമ്മളാരും കുണ്ടിക്ക് മെഹന്തി ഇടാറില്ല. ഇനി അവരത് ഇടാറുണ്ടോ എന്നുള്ളത്, അതും വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് സർപ്രൈസ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. വേറെ എവിടെയും മെഹന്തി ഇടാനില്ലേ അഞ്ജലി നിനക്ക്? അതാണ് ചോദ്യം. എന്തായാലും ആ സ്ത്രീ ഒരു അക്ഷരം പോലും തിരിച്ചു പറഞ്ഞില്ല. അത് അവരുടെ മര്യാദ. അവരെ നമ്മൾ ബഹുമാനിക്കണം. കാരണം ഇത്രത്തോളം ആയ സ്ഥിതിക്ക് തിരിച്ച് വീണ്ടും അവർ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെയ്തിട്ട് മതിയായില്ല, ഇനി ഒന്നുകൂടി വിളിക്കട്ടെ എന്നുള്ള രീതിയിൽ രണ്ടാമതും വിളിക്കുന്നുണ്ട് അവർ കോള്. ആ സ്ത്രീ ഫോൺ എടുത്തില്ല. അവർക്ക് മനസ്സിലായി ഇത് തങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലായി കാണും. അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് ഇവർക്ക് ബോധ്യമായി കാണും. അതുകൊണ്ട് ആ സ്ത്രീ അവരുടെ മാന്യതയ്ക്കനുസരിച്ച് ആ കോൾ അറ്റൻഡ് ചെയ്തില്ല. എന്നിട്ട് കിടന്ന് ചിരിക്കുകയാണ്. അവരാ ഫോൺ എറിഞ്ഞ് പൊളിച്ചെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് രണ്ടും കൂടി ഇരുന്ന് ചിരിച്ച്, സാധാരണ രീതിയിൽ ഇവരൊക്കെ എന്തിനാണ് സ്കൂളിൽ പോയത് എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം സ്കൂളിൽ പോകുന്നതും വിദ്യാഭ്യാസം ഉള്ളതൊന്നും ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നമല്ല. കാരണം വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടൊന്നും വിവരം ഉണ്ടാകണമെന്നില്ല. അത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം ഇങ്ങനെയുള്ള പ്രാങ്ക് വീഡിയോസുകളും അല്ലെ പ്രാങ്ക് കോളുകളൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എവിടെയെങ്കിലും ദൂരോട്ടൊക്കെ ക്യാമറ വെക്കുന്നു, ആരെങ്കിലുമൊക്കെ നടന്നു വരുന്നു, അവരെ പറ്റിക്കുന്നു, എന്നിട്ട് അവർക്കൊരു ചോക്ലേറ്റോ മിഠായിയോ കൊടുക്കുന്നു, ഇതൊരു പ്രാങ്ക് കോളാണെന്ന് കാണുന്നു. ഇതൊക്കെ നമുക്ക് പിന്നെയും സഹിക്കാം. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി. കാരണം നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് പറ്റിക്കാൻ കഴിയില്ല ഒരിക്കലും. മറ്റൊരാളെ പറ്റിച്ചുകൊണ്ട് അതിൽ നമ്മളാണ് സന്തോഷം കണ്ടെത്തുന്നത്, അവരല്ല. പറ്റിക്കപ്പെടുന്ന വ്യക്തിക്ക് സത്യത്തിൽ അതിലൊരു സന്തോഷവും കാണില്ല. ഇതൊക്കെ ഓരോ മനോരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണെന്നാണ് പറയാനുള്ളത്. ഇങ്ങനെ ചെയ്യുന്നതാണത്ര ഇവരുടെ തൊഴിൽ, മറ്റുള്ളവരെ പറ്റിക്കുന്നതാണത്ര ഇവരുടെ തൊഴിൽ. ഇതെന്തായാലും വൈറലായി ഒരുപാട് ആൾക്കാർ വൻ വിമർശനവുമായി കമൻറ്റ് ബോക്സുകളുടെ അടിയിൽ കമൻറ്റുകൾ കുമിഞ്ഞുകൂടുന്നു. ഇപ്പോൾ എന്തായാലും അഞ്ജലിക്ക് ബോധോദയം ഉണ്ടായിട്ടുണ്ട്. ഇത് കയ്യിൽ നിന്ന് പോയി എന്ന് അവർക്ക് മനസ്സിലായി.
RJ അഞ്ജലി കഴിഞ്ഞ ദിവസം ഒരു മാപ്പ് പറച്ചൽ വീഡിയോ, അതായത് താൻ ചെയ്ത തെറ്റ് ആണ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, താനിതൊരു തമാശയായിട്ടാണ്, ഇത് തൻ്റെ ജോലിയാണ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, ഒരു തൊഴിലിടത്തിൽ ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് പോലെ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും തെറ്റ് ചെയ്തവർ അത് തിരുത്തിക്കൊണ്ട് വീഡിയോ ചെയ്തത് സന്തോഷം തന്നെ. പക്ഷെ അവിടെയും ഇവർ താൻ ചെയ്ത തെറ്റിനെ വീണ്ടും ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ ന്യായീകരണത്തിൻ്റെ ആവശ്യമില്ല അഞ്ജലി. കാരണം നിങ്ങൾ ചെയ്തത് വെറും മൂന്നാം കിട പരിപാടിയാണ്. ഒരു സ്ത്രീ, അവരിപ്പോൾ നിങ്ങളൊരു കോള് ചെയ്യുമ്പോൾ, ആര് കോള് ചെയ്യുമ്പോഴും അവരൊരു പ്രതീക്ഷയോടു കൂടിയാണ്. കാരണം അവരുടെ അന്നമാണത്. തൊഴിൽ ചെയ്ത് അന്തസ്സോടെ ജീവിക്കുന്ന ഒരാൾക്ക് അവരുടെ തൊഴിലെന്ന് പറയുന്നത് അത് ഒരു ഈശ്വര തുല്യമാണ്. അവരുടെ അന്നമാണ്, അവരുടെ ജീവിതമാണ് ആ തൊഴിൽ. ആ തൊഴിലിടത്തിലാണ് നിങ്ങൾ വിളിച്ചിട്ട് ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ പറയുന്നത്. എന്തായാലും അത് ചെയ്തത് തെറ്റാണ്. അതിനിടയിൽ ഇതൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രാങ്ക് കോള് ചെയ്തതിന് ശേഷം ഇത് നന്നായി വൈറലായപ്പോൾ ഇവർ അതിനിടയിൽ ഇൻസ്റ്റഗ്രാമിൽ, ഇവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലൊക്കെ പിള്ളേച്ചൻ കേരളം കത്തിക്കുമോ എന്നൊക്കെ ഈ വിളിച്ചു പറഞ്ഞ പെൺകുട്ടിയെ ടാഗ് ചെയ്തുകൊണ്ടൊക്കെ ഇവർ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോഴ് അഞ്ജലി മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പിള്ളേച്ചൻ കേരളം കത്തിച്ചു, സത്യത്തിൽ വിചാരിച്ചതിനും വലിയ തരത്തിലായിപ്പോയി ആ കത്തിക്കൽ. കാരണം ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ കേട്ട് ഒരുപാട് ചിരിച്ച് സന്തോഷിക്കും, അല്ലെങ്കിൽ ഈ ഒരു വാക്ക് ഭയങ്കര കോമഡിയാണ് എന്നൊക്കെ കരുതിയിട്ടായിരിക്കണം ഇവരിത് ചെയ്തത്. പക്ഷേ അവരുടെ തൊഴിലിടത്തിൽ ഒരു സ്ത്രീയുടെ, മെഹന്തി പ്രൊഫഷണലായി കൊണ്ട് നടന്ന ഒരു തൊഴിലിടത്തിൽ തൊഴിൽ ചെയ്യുന്ന സ്ത്രീയെ വിളിച്ചിട്ട് അവരുടെ തൊഴിലിനെ അപമാനിക്കുന്ന രീതിയിലാണ് അഞ്ജലിയും കൂട്ടരും ചെയ്തിട്ടുള്ളത് എന്ന് എല്ലാവർക്കും ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വിളിക്കുക, എന്നിട്ട് അവർ തന്നെയാണ് ചിരിക്കുന്നത്. ഇത് കേട്ടിട്ട് നമുക്ക് ആർക്കും ചിരി വരുന്നില്ല. ഇതിനും മാന്യമായ ഒരുപാട് കോമഡികളുണ്ട്. ഇത്രയും തരം താഴ്ന്ന കോമഡി കണ്ട് ചിരിക്കേണ്ട അവസ്ഥയൊന്നും ജനങ്ങൾക്കില്ല. അവർക്കത് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം വന്നതോടുകൂടി കഴിഞ്ഞ ദിവസം അഞ്ജലി വന്നിട്ട് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് വന്നിരുന്നു. അവിടെയും ഇവരുടെ ചെയ്ത കാര്യങ്ങൾ വിമർശിച്ച ആൾക്കാർക്ക് മുന്നിൽ വീണ്ടും ന്യായീകരണമാണ് ചെയ്യുന്നത്. ന്യായീകരണത്തിൻ്റെ ആവശ്യകതയില്ല അഞ്ജലി, അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ന്യായീകരണം ഇവിടെ ഇനി വില പോകില്ല. ഇത്തരം പരിപാടികൾ നിർത്തിയിട്ട് ഈ മെഹന്തി ഇടുന്ന പെണ്ണുങ്ങളെ പോലെ, അല്ലെ മറ്റുള്ള സ്ത്രീകളെ പോലെ അന്തസ്സായി തൊഴിൽ ചെയ്ത് ജീവിക്കും. മറ്റുള്ളവരെ പറ്റിക്കുന്നത് ഒരു തൊഴിലായി കൊണ്ട് നടക്കാതെ. ഇവർ പറയുന്നുണ്ട് മറ്റുള്ളവരെ ഇതുപോലുള്ള പ്രാങ്ക് കോളുകൾ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് ക്യാഷ് കൊടുത്തിട്ടാണ് ഇവർ ചെയ്യുന്നത് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ചെറിയ ചെറിയ തമാശകളൊക്കെ ഒരുപക്ഷെ ഏറ്റേക്കാം. പക്ഷേ ഇത് വല്ലാത്തൊരു തമാശയായിപ്പോയി. ഇത് തമാശ എന്നല്ല, ഇതിനൊക്കെ അടി കിട്ടേണ്ട പരിപാടി എന്നാണ് പറയുന്നത്. തെമ്മാടിത്തരം എന്നും പറയാം. വെറും തെമ്മാടിത്തരമായിപ്പോയി. കാരണം ആ സ്ത്രീ ആ നിമിഷം തൊട്ടിട്ട് എന്തോരം വിഷമിച്ച് കാണും. അവരുടെ ആ ഒരു ദിവസം തന്നെ പോയി കാണും. കാരണം പ്രതീക്ഷിക്കാതെയാണ് ഒരു കോള് വരുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുന്നു. അവരതിന് ഇവർ പറയുന്നുണ്ട് മെഹന്തി ഇടാനാന്ന് പറയുമ്പോൾ അവർ ആ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ദിവസത്തെ ശമ്പളം അതിൽ നിന്ന് പ്രതീക്ഷിച്ചായിരിക്കും ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ആ കോൾ അറ്റൻഡ് ചെയ്തതോടുകൂടി അവരുടെ അന്നത്തെ ആ ദിവസം തന്നെ പോയിട്ടുണ്ടാവും. കാരണം അത്രയ്ക്കും അപമാനം. പക്ഷേ അവരുടെ അന്തസ്സ് നമ്മൾ ഇതിൽ കാണേണ്ടതാണ്. കാരണം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അതേ നമ്പറിൽ ഒന്നുകൂടി ഇവർ വിളിക്കുന്നുണ്ട്. ആദ്യം ചെയ്തത് പോട്ടെ, വീണ്ടും ഇവരെ രണ്ടാമതും ആ സ്ത്രീയെ കോൾ ചെയ്യുന്നുണ്ട്. അവർ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നിനക്ക് തിരിച്ചിങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചാൽ നിനക്ക് വേറെ എവിടെയെങ്കിലും ഇടണോ എടി എന്ന് ചോദിച്ചാൽ, കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഇവിടെയാണോ സാധാരണ നീയൊക്കെ മെഹന്തി ഇട്ട് കാണിച്ചു കൊടുക്കാറ്? സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ കൈകളിലോ ഇനി കാലുകളിലോ പോട്ടെ, ഇവിടെ മാത്രമേ എല്ലാവരും മെഹന്തി ഇടാറുള്ളൂ. എന്തായാലും ഇനി ഇതുപോലുള്ള ചീപ്പ് പരിപാടികളുമായി വരാതിരിക്കുക, അന്തസ്സായി തൊഴിൽ ചെയ്യുക. ഇതൊക്കെ തന്നെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. നിന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ പ്രാങ്ക് കോൾ ചെയ്യാൻ വേണ്ടി ക്യാഷ് കൊടുക്കുന്ന അവളുമാരും അവന്മാരോടും കൂടി പറയാനുള്ളത്, സ്വന്തം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആൾക്കാരെ പറ്റിക്കുന്നത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല. അത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമെന്നല്ലാതെ പറ്റിക്കപ്പെടുന്ന വ്യക്തിക്ക് ഒരിക്കലും സന്തോഷമൊന്നും ഉണ്ടാവില്ല. അത് ഉറപ്പായ കാര്യമാണ്. ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്ന നിന്നോടൊക്കെ ചോദിക്കാനുള്ളത്, നിനക്കൊന്നും വീട്ടിൽ ആരും ഇല്ലേ? നീയൊക്കെ ആകാശത്തു നിന്ന് പൊട്ടി താഴെ വീണതാണോ? കാരണം അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിലല്ലേ നീയും പിറന്നത്? അല്ലേ?
കാരണം അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ അവരുടെയൊക്കെ മുന്നിൽ കൂടി നീയൊക്കെ എങ്ങനെയാണ് പോകുന്നത്? നാണമില്ലേ? അവരുടെ മുന്നിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ നിനക്കൊക്കെ എന്ത് അഭിമാനമാണ് തോന്നുക? ഒരു ആരെങ്കിലും ഒരാളെ ഒരു ബഹുമാനം ഉണ്ടെങ്കിൽ, വീട്ടിലുള്ള ആൾക്കാരെ ഭയം ഉണ്ടെങ്കിൽ, ഇതുപോലെ തോന്നിയത് പ്രവർത്തിച്ച് കാണിച്ചു കൂട്ടുന്ന ഈ ശീലമൊക്കെ ഒന്ന് ഒതുക്കുക. കാരണം അവർക്ക് പോലും അപമാനമാണ്. എൻ്റെ മകളാണ് അല്ലെ എൻ്റെ സഹോദരിയാണ് എന്ന് പറയാൻ ഒരുപക്ഷെ അവർക്ക് പോലും നാണക്കേട് തോന്നും. ഇങ്ങനെ ആളെ പറ്റിക്കാതെ ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഒക്കെ തെറ്റ്, ഓക്കെ ശരി. പക്ഷെ അതിലും വീണ്ടും ചെയ്ത തെറ്റ് ന്യായീകരിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. ഇനിയെങ്കിലും അന്തസ്സായി ജീവിക്കാൻ നോക്കുക. ചെയ്ത തെറ്റുകളെ വീണ്ടും വീണ്ടും ന്യായീകരിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇത്രയൊക്കെ നിന്നോട് പറയാനുള്ളൂ. നിലവിൽ ഇപ്പോഴ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് സ്വീകരിച്ചിരിക്കുന്നു നമ്മൾ. പക്ഷെ ഇനിയെങ്കിലും ഇതുപോലുള്ള പ്രാങ്ക് വീഡിയോസുകളും പ്രാങ്ക് കോളുകളൊക്കെ ചെയ്യാതെ മാന്യവും മര്യാദയുമുള്ള തൊഴിലുകൾ ചെയ്ത് ജീവിക്കാൻ നോക്കുക. അല്ലാതെ എല്ലാ സമയവും പണ്ടൊക്കെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് കരുതി എപ്പോഴും എല്ലാം വിജയിക്കണമെന്നൊന്നുമില്ല. ഇതുപോലെ ചില സമയങ്ങളിൽ തിരിച്ചടിയും കിട്ടും. കാരണം ഒരു തൊഴിലിടത്തിൽ തൊഴിൽ ചെയ്യുന്ന സ്ത്രീയെ വിളിച്ചിട്ട് അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ്. വീഡിയോസിൽ പറയുന്നുണ്ട് അങ്ങനെ അപമാനിക്കണമെന്ന് കരുതിയിട്ട് പറഞ്ഞതൊന്നും അല്ല എന്നൊക്കെ നിങ്ങൾ അതിൻ്റെ വിശദീകരണം നൽകുമ്പോൾ ഇത് അപമാനിക്കൽ തന്നെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി നേരം വൈകി, കുറച്ച് ലേറ്റായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴെന്തായാലും അത് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കണമല്ലോ നിങ്ങൾ നിങ്ങളുടെ തെറ്റ് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കണമല്ലോ ഇതിൻ്റെ വിശദീകരണമായ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനിയെങ്കിലും നിർത്തുക ഇത്തരം അസംബന്ധങ്ങൾ. എന്തും വിളിച്ചു പറയാനുള്ള നിങ്ങളുടെയൊക്കെ തൊലിക്കട്ടി അപാരം തന്നെയാണ്. എന്നിട്ട് ഇരുന്ന് ചിരിക്കുക. അപ്പം എന്തായാലും ഇത്രയൊക്കെ തന്നെയേ പറയാനുള്ളൂ. എല്ലാ കൂട്ടുകാർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.